ശ്രീമന്നാരായണീയം ദശകം 15 കപിലോപദേശം. ശ്ലോകം 6. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വസുദേവായ. അഹകബകുലഹിംസാ സഞ്ചിതാർത്ഥൈ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ സ്ത്രീജിതോ ബാലലാളീ. വിശദിഹി ഗൃഹസക്തോ യാതനം മയ്യഭക്ത കപിലതനുരിതി ത്വം ദേവഹൂത്യൈ നഗാദീ. കഴിഞ്ഞ ശ്ലോകത്തില് നമ്മൾ കണ്ടു, ജ്ഞാനയോഗത്തെക്കാളും നഷ്ടാംഗയോഗത്തെക്കാളും ഒക്കെ എളുപ്പമാണ് ഭക്തിയോഗം എന്ന്. ഒരു ഗംഗാ നദിയുടെ ഒഴുക്ക് പോലെ ശക്തിയോടുകൂടിയ ചിന്താഗതികളെ കൊണ്ട് ഭഗവാന്റെ ഗുണങ്ങളെയും ലീലകളെയും വർണ്ണിക്കുന്നതെല്ലാം കേട്ടും നാമസങ്കീർത്തനങ്ങൾ ചെയ്തും ഭഗവാനെ ധ്യാനിച്ചും ഉത്കൃഷ്ടമായിട്ടുള്ള ഭക്തി ഉണ്ടാവുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഒരു ഗംഗാപ്രവാഹം പോലെ ഭഗവാനിലേക്ക് നമുക്ക് ഭക്തി ഉണ്ടാകും. ഭഗവാനിലേക്ക് ഒരു ഗംഗാപ്രവാഹം പോലെയാണത് പോകുന്നത്. ആ ഭക്തിയാകട്ടെ ഇവിടെ മരണത്തെ ജയിക്കുന്നത് കൂടിയാണ്. പരമമായിട്ടുള്ള ഭക്തിയിലേക്ക്, ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ പരമമായിട്ടുള്ള ഭക്തിയിലേക്ക് കയറുവാനുള്ള 9 സോപാനങ്ങൾ, അതായത് 9 പടികൾ, അവസ്ഥാവിശേഷങ്ങൾ, അവയെ 3-ാമത്തെ ദശകത്തില് പറഞ്ഞിട്ടുണ്ട്. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇവ 9 വിധത്തിലുള്ള ഭക്തികളാണ്. പരമമായ ഭക്തിയിലേക്ക് കയറിപ്പോകുവാനുള്ള പടികളാണ് ഇവർ. ഇനി ധർമ്മം, അർത്ഥം, കാമം, 3 പുരുഷാർത്ഥങ്ങൾ. ഇവയില് അർത്ഥം, കാമം, ഇതിലെല്ലാം ആസക്തനായിട്ട്, താല്പര്യമുള്ളവനായിട്ട്, ആഗ്രഹമുള്ളവനായിട്ട് പാപകർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ഗൃഹസ്ഥന് നരകമാണ് ഫലം എന്ന് പറയണം. ഹഹ, കഷ്ടം കഷ്ടം. മയി, എന്നിൽ, അഭക്ത, ഭക്തിയില്ലാത്തവൻ, ബഹുല, പലതരം ഹിംസകൾ ചെയ്ത്, പലതരം ദ്രോഹങ്ങൾ ചെയ്ത്, മറ്റുള്ളവർക്ക് ദ്രോഹങ്ങൾ ചെയ്ത്, സഞ്ചിത അർത്ഥൈ, സഞ്ചിത സമ്പാദിച്ച, അർത്ഥൈ ധനം കൊണ്ട്, പലതരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്ത്, നല്ല പ്രവൃത്തികളല്ലാത്ത കാര്യങ്ങൾ പലതും ചെയ്ത് സമ്പാദിച്ച് കൂട്ടുന്ന ആ ധനം കൊണ്ട് ഭഗവാനിൽ ഭക്തിയില്ലാത്തവൻ പ്രതിദിനം, നാൾ തോറും, കുടുംബം അനുപുഷ്ണൻ, കുടുംബം പുലർത്തിക്കൊണ്ടും, അനുപുഷ്ണൻ പുലർത്തിക്കൊണ്ടും, കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. ഹിംസകൾ, ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ ചെയ്ത് ധനം സമ്പാദിച്ചുണ്ടാക്കി കുടുംബം പുലർത്തിക്കൊണ്ടും, സ്ത്രീജിത, സ്ത്രീകൾക്ക് കീഴടങ്ങിക്കൊണ്ടും, സ്ത്രീകൾ പറയുന്നതെല്ലാം കേട്ടനുസരിച്ചുകൊണ്ടും എന്നുള്ള അർത്ഥത്തിൽ, ബാലലാളി, കുട്ടികളെ കളിപ്പിച്ചുകൊണ്ടും, ഗൃഹസക്ത, ഗൃഹകാര്യങ്ങളിൽ മുഴുകി കഴിയുന്നവനായിട്ട് ജീവിക്കുന്നവൻ. അങ്ങനെയുള്ളവൻ, അവന്റെ മരണശേഷം എന്തായിരിക്കും? യാതനാം ഹി വിശതി, യാതനാം ഹി വിശതി എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുന്നു. ഇവിടെ യാതനാം എന്ന് ഉദ്ദേശിക്കുന്നത് നരകത്തെയാണ് ഉദ്ദേശിക്കുന്നത്. നരക ദുഃഖം തന്നെ അനുഭവിക്കേണ്ടതായിട്ട് അവന് വരുന്നു. യാതനകൾ, നരകത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അനുഭവപ്പെടുന്ന യാതനകൾ,
ബുദ്ധിമുട്ടുകൾ, അവിടെ എന്തൊക്കെയാണ് അവർ നമ്മളെ ഉപദ്രവിക്കുന്ന ഓരോ ചെയ്ത പാപങ്ങൾക്കും കിട്ടുന്ന ശിക്ഷകളെ കുറിച്ച് വിശദമായിട്ട് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ ശിക്ഷകളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. കാരണം ഇവിടെ നല്ല പ്രവൃത്തികൾ ചെയ്തല്ല ഇവിടെ കുടുംബം പുലർത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്രകാരം കപിലതനു കപിലസ്വരൂപനായ ത്വം നിന്തിരുവടി ദേവഹൂത്യൈ നെഗാതി, ഭഗവാനോ ഇവിടെ ദേവഹൂതിയോട് തൻ്റെ അമ്മയോട് അരുളി ചെയ്തു. ഭഗവത് ഭക്തി ഉണ്ടായാൽ പിന്നെ കുടുംബത്തിനോടുള്ള ഒരു ആസക്തി അതുണ്ടാവില്ല. കുടുംബത്തിനോടുള്ള ആസക്തി കൂടുമ്പോഴാണ് ഈ ഹിംസ തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പൊ കുടുംബത്തോടുള്ള ആസക്തി, കുടുംബം പുലർത്തുവാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും എന്നുള്ള ആ രീതിയിലേക്ക് വരുമ്പോൾ ആ ആള് മഹാപാപിയായിട്ട് മാറും. നരകത്തിൽ ചെന്ന് പതിക്കാൻ ഇടവരികയും ചെയ്യും മരണശേഷം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.